+2 ലൈഫ്. +2 ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ GNM ജനറൽ നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം. പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ബാംഗ്ലൂരിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത് നഴ്സിംഗിന്. ബാംഗ്ലൂർ എവിടെ ബാംഗ്ലൂർ നഴ്സിംഗിന് ചെന്നത്. അന്ന് നമുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫോണാണ്. ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അന്ന് എത്ര വർഷം പറയാം, 2008 2009 കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കാൻ ചെന്ന് അമ്മയുടെ അനിയത്തിയുടെ മോളും ഉണ്ടായിരുന്നു, പപ്പയുടെ എൻ്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ കൂടെ ആക്കി ഞാനോർത്ത് ബാംഗ്ലൂർ കാണാതെ അടിച്ചു പൊളിക്കാലോ എന്ന് ഓർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേന് വർഷത്തിൽ 1 മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് പറഞ്ഞു. ടീം അന്നേരം തന്നെ തീർന്നു. പിന്നെ വെളി ഇറക്കത്തില്ല, അതായത് ശനിയാഴ്ച മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ, അതും വാർഡൻ മേഡത്തിന്റെ കൂടെ. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു വരും. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു. കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ തന്നെ ബ്ലഡ് കാണണം, പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത. അങ്ങനെ ഞാൻ പപ്പയോട് പപ്പ നിർത്തുവോ മക്കളെ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇഷ്ടമുള്ളത്, നേഴ്സിംഗ് തന്നെ പഠിക്കണമെന്നത് 2 ആഴ്ച മുന്നേ നഴ്സിംഗ് മുടങ്ങും, തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു മോഹം കുടിച്ചത്, വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ. അങ്ങനെ ഞാൻ കോഴിക്കോട് പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ബാഗുമായിട്ട് ആൾക്കാർ വരില്ലേ പിള്ളേർക്ക്. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ പോയത് മാനേജറാകാൻ പോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് കോഴിക്കോട് കണാപ്പുറത്തൂടെ ഞാൻ വിട്ടു ഒരാഴ്ച കൊണ്ട് അതും നിന്ന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്നാ ജോലി ചെയ്താലോ. നമസ്കാരം, താങ്കളുടെ സഹായത്തിനായി ഞാൻ രേഷ്മ. ഓക്കെ സാർ, താങ്കൾ പറഞ്ഞോളൂ എന്നുള്ള ആ ഒരു എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ റോഷൻ ലൈഫ് അല്ലെങ്കിൽ എനിക്കൊരു ലൈഫ് ഉണ്ടായി. ആ ലൈഫും അവിടെ ബ്ലോക്കായി. എന്റെ സ്വപ്നമാണ് ഏവിയേഷൻ. അങ്ങനെ ഏവിയേഷന് ചേർന്നു, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ. അതും തകർത്ത് പഠിച്ചപ്പോഴാണ് എന്റെ സുധിച്ചേട്ടനും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. ആ ഒഴുകി വന്നപ്പോൾ പഠിക്കണമെന്നുള്ള തീവ്ര വിശ്വാസമായിട്ട് പോയ ഞാൻ തീർന്ന് അതോടുകൂടി പഠിത്തവും നിർത്തി സുധിച്ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത്. അതോടുകൂടി ഏവിയേഷനോട് കൂടി പഠിത്തവും നിർത്തി. ഇതാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ്.